എല്ലാവർക്കും Sarath'S പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ Oppo എന്ന് പറഞ്ഞ കമ്പനി അവരുടെ Reno സീരീസിലെ അടുത്ത പുതിയൊരു Reno ഫോൺ ഇറക്കിയിരിക്കുകയാണ്. അപ്പോൾ അതാണ് നമ്മുടെ Oppoയുടെ Reno 4 Pro എന്ന് പറഞ്ഞ ഫോൺ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു Oppo Reno 4 Pro എങ്ങനെയാണ് ഈ ഒരു ഫോണിന്റെ സ്പെസിഫിക്കേഷൻ എന്തൊക്കെയാണ്, ഈ ഒരു ഫോൺ നിങ്ങൾ കൺസിഡർ ചെയ്യണോ എന്നുള്ളതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. പ്രധാനമായും ഈ ഒരു ഫോണിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഈ ഒരു ഡിസ്പ്ലേ എന്ന് പറയുന്നത് Full HD Plus 3D Borderless Sense Super AMOLED ഡിസ്പ്ലേ. ഒരു ഡിസ്പ്ലേക്ക് ഇടാൻ പറ്റിയ ഒരു പേര്. എന്നാലും ഈ ഒരു പേര് പോലെ തന്നെയാണ് ഡിസ്പ്ലേ. അതായത് ഈ ഒരു ഡിസ്പ്ലേയിൽ നിങ്ങൾക്ക് 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് കിട്ടും. കൂടാതെ 180 ഹെർട്സിൻ്റെ ഒരു ടച്ച് സാമ്പിളിംഗ് റേറ്റും കൂടെയാണ് ഈ ഒരു ഡിസ്പ്ലേയിൽ കിട്ടുന്നത്. ഇനി ഈ ഫോണിൻ്റെ ഉള്ളിൽ വരുന്നത് നമ്മുടെ സ്നാപ്ഡ്രാഗണിൻ്റെ 720G എന്ന് പറഞ്ഞ ചിപ്സെറ്റ് ആണ്. കൂടാതെ ഈ ഫോണിൽ വരുന്നത് 8GB റാമും കൂടാതെ 128GB ഇന്റേണൽ മെമ്മറിയുമാണ്. കൂടാതെ നിങ്ങൾക്ക് ഈ ഒരു ഇന്റേണൽ മെമ്മറി എക്സ്പാൻഡ് ചെയ്യാനും സാധിക്കും നമുക്ക് SD കാർഡ് ഉപയോഗിച്ച്. ഇനി ഈ പ്രോസസറിൻ്റെ എഫിഷ്യൻസിയും കൂടാതെ ഗെയിമിങ്ങിൻ്റെ ക്വാളിറ്റി എല്ലാം കൂട്ടാനായിട്ട് ഇതിലൊരു ഗ്രാഫൈറ്റ് ട്യൂബും കോപ്പർ ഷീറ്റും വെച്ചിട്ടൊരു കൂളിംഗ് സിസ്റ്റവും ഈ ഒരു ഫോണിന്റെ ഉള്ളിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് ക്യാമറയിലേക്ക് വരുവാണെങ്കിൽ ഈ ഒരു ഫോണിൽ ബാക്കിൽ ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആണ്. അതായത് ഇതിന്റെ പ്രൈമറി ക്യാമറ എന്ന് പറയുന്നത് 48 മെഗാ പിക്സലിന്റെ സോണി IMX സെൻസറാണ്. കൂടാതെ ഇതിന്റെ സെക്കൻഡറി ക്യാമറ എന്ന് പറയുന്നത് 8 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ക്യാമറയും പിന്നെ 2 മെഗാ പിക്സലിൻ്റെ ഒരു മാക്രോ ക്യാമറ തന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു 2 മെഗാ പിക്സലിൻ്റെ മാക്രോ ക്യാമറ ശരിക്കും യൂസ് വരും എന്ന് തോന്നുന്നില്ല. കാരണം 2MP മാക്രോ ക്യാമറ എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി വളരെ മോശമായിരിക്കും. പിന്നെ ക്വാഡ് ക്യാമറയാണ് എന്ന് പറയാനായിട്ടൊരു 2MP മാക്രോ ക്യാമറയും കൂടാതെ ഒരു 2MP മോണോ ക്യാമറയാണ്. ഇപ്പോൾ മോണോ ക്യാമറ പ്രധാനമായും ഡെപ്തിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ എല്ലാം നമ്മൾക്ക് ഈ ഒരു ഡെപ്ത് എന്ന് പറഞ്ഞ കാര്യം സോഫ്റ്റ്വെയർ വെച്ച് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഈ ഒരു മോണോ ക്യാമറ ആക്ച്വലി യൂസ് വരുന്നില്ല. പക്ഷേ ഒരു ക്വാഡ് ക്യാമറ എന്ന് പറഞ്ഞ ബ്രാൻഡിങ്ങിന് വേണ്ടി നമ്മൾക്ക് പുറകിലിങ്ങനെ 4 ക്യാമറകൾ തന്നിട്ടുണ്ട്. ഇനി അടുത്ത നമ്മുടെ Oppo പേര് കേട്ടിട്ടുള്ളത് നമ്മുടെ ഫ്രണ്ട് ക്യാമറയ്ക്കാണ്. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ എന്ന് പറയുന്നത് 32 മെഗാ പിക്സലിൻ്റെ ഒരു പഞ്ച് ഹോൾ ഫ്രണ്ട് ക്യാമറയാണ്. കൂടാതെ ഈ ഒരു ഫ്രണ്ട് ക്യാമറയിൽ അവർ ഇഷ്ടം പോലെ മോഡുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ പോർട്രേറ്റ്, പിന്നെ നൈറ്റിലുള്ള പോർട്രേറ്റ് എടുക്കാനായിട്ടുള്ള മോഡ്, കൂടാതെ ഒരു അൾട്രാ നൈറ്റ് മോഡും ഇവർ ഈ ഒരു ക്യാമറയിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നൈറ്റ് ഫോട്ടോഗ്രാഫി എല്ലാം നല്ല രീതിയിലായിരിക്കും ഈ ഒരു ഫോണിൽ നിങ്ങൾക്ക് കിട്ടുന്നത്. ഇനി വീഡിയോയുടെ കാര്യത്തിലും സ്റ്റെബിലൈസേഷൻ കിട്ടാനായിട്ട് ഇവർ ഈ ഒരു ഫോണിൽ ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഇല്ല, എന്നാൽ ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ക്വാളിറ്റിയിൽ ചെറിയൊരു ഡീഗ്രഡേഷൻ കാണാൻ സാധിക്കും. പക്ഷേ നിങ്ങൾക്കൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ഫുട്ടേജ് കിട്ടും. ഈ ഒരു ഫോണിൽ നിങ്ങൾക്ക് USB-Cയും കൂടാതെ ഹെഡ്ഫോൺ ജാക്കും ലഭിക്കുന്നതാണ്. ഇനി ഇതിന്റെ ഫിംഗർ പ്രിന്റ് സെൻസർ എന്ന് പറയുന്നത് ഫോണിന്റെ ഡിസ്പ്ലേയുടെ ഉള്ളിലാണ്. കൂടാതെ ഈ ഒരു ഫോണിൽ നിങ്ങൾക്ക് ഫേസ് അൺലോക്ക് ഫീച്ചറും കിട്ടുന്നതായിരിക്കും. ഇനി ഈ ഫോണിന്റെ ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു ഫോണിൽ 4000 mAh ബാറ്ററിയാണ് ഇവർ കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു ഫോണിൽ vooc ചാർജ് 2 എന്ന് പറഞ്ഞ വേർഷൻ, അതായത് 65 വാട്ടിന്റെ vooc ചാർജ് 2 എന്ന് പറഞ്ഞ വേർഷൻ കിട്ടുന്നതായിരിക്കും. കൂടാതെ അവർ പറയുന്നത് ഈ ഒരു ഫോണിൽ അൾട്രാ പവർ സേവിംഗ് മോഡ് എന്ന് പറഞ്ഞ പുതിയൊരു മോഡ് ഉണ്ട്. അപ്പോൾ ഇത് വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സാപ്പ് എല്ലാം ഏകദേശം 1.5 മണിക്കൂർ വരെയും വെറും 5% ചാർജ് വെച്ച് യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മുടെ Oppo ക്ലെയിം ചെയ്യുന്നത്. അപ്പോൾ അപ്പിയറൻസ് വൈസ് ഈ ഒരു ഫോൺ വളരെ എലിഗന്റ് ആണ്, സ്റ്റൈലിഷ് ലുക്കിംഗ് ആയിട്ടുള്ള ഒരു ഫോണാണ്. കൂടാതെ ഇത് വെറും 161 ഗ്രാം മാത്രമേ ഇതിന്റെ വെയിറ്റ് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഫോണാണ്. ഇനി ഈ ഒരു ഫോൺ ഇന്ത്യയിൽ ആദ്യമായിട്ട് സെയിൽ ആവാൻ പോകുന്നത് ഓഗസ്റ്റ് 5-ാം തീയതിയാണ്. പിന്നെ പ്രൈസ് പോയിന്റ് എന്ന് പറയുന്നത് 34,990 രൂപയാണ് ഈ ഒരു ഫോണിന്റെ പ്രൈസ് പോയിന്റ് ഇന്ത്യയിലുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയെങ്കിൽ എന്തായാലും ചാനൽ ചെക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മൾക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.